ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അജിസ ഫെബൻഷ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അതായത് ഞാൻ നിങ്ങൾക്ക് 20 ടിപ്സ് പറഞ്ഞു തരാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്ക് എക്സാംസിൽ നല്ലൊരു ടോപ്പ് സ്കോറിംഗ് സെഷനിലേക്ക് അല്ലെങ്കിൽ വളരെ വലിയൊരു മാർക്കുകളിലേക്ക് പരീക്ഷകളിൽ നല്ലൊരു മാർക്ക് നേടാനുള്ള 20 ടിപ്സ് ആയിരുന്നു ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 2 എണ്ണമാണ് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേതൊക്കെയായിരുന്നു? ഒന്ന്, നമ്മൾ കൃത്യമായിട്ടുള്ളൊരു സ്കെഡ്യൂള് സബ്ജക്റ്റിൻ്റെ ലിസ്റ്റ് പ്രകാരം തയ്യാറാക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടൈം മാനേജ്മെൻറ്റ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു 2 എണ്ണം നമ്മൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ദുർബല പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമെന്നുള്ളതാണ്. അതായത് പരീക്ഷയിൽ മുഴുവൻ മാർക്കും എങ്ങനെ നേടാം എന്നാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ പരീക്ഷാ വിജയത്തിലേക്കുള്ള പ്രധാന ഗേറ്റ് വേകളിൽ ഒന്നാണ് നമ്മുടെ പോരായ്മകൾ അല്ലെങ്കിൽ നമ്മൾ വീക്കായിട്ട് നിൽക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏരിയാസ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുക. അതിനുശേഷം ആവശ്യമുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്താനും നമ്മളെ തന്നെ ഒന്ന് ചാലഞ്ച് ചെയ്യുകയും വേണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻസി, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. അത് എത്ര പഠിച്ചിട്ടും ആ ഒരു ജേർണലും ലെഡ്ജറും ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒന്നും അങ്ങോട്ട് എന്താവുന്നില്ല, ശരിയാവണില്ല. അതിൽ നിങ്ങൾ കുറച്ച് വീക്കാണെന്ന് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഏരിയയിൽ കുറച്ച് അധികം മണിക്കൂറുകൾ സമ്മർദ്ദം അനുഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് എന്ത് ചെയ്യും? അപ്പാടെ അങ്ങ് അവഗണിക്കുക, അതായത് നെഗ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ വീക്ക് പോയിന്റുകളെ നിങ്ങൾ തിരിച്ചറിയുകയും അവയിൽ മികച്ച പ്രകടനം നമുക്ക് എങ്ങനെ പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ട്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നന്നായിട്ട് അറിയുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം, നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾക്ക് സമീപിക്കാം, നിങ്ങൾക്ക് ഇതുപോലുള്ള യൂട്യൂബ് ക്ലാസ്സുകൾ കേൾക്കാം. ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കാം? ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ആ ഒരു കീവേഡ്, ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രിയേഷനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ ആ ഒരു ടേം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഹൗ ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ സിമ്പിൾ വേർഡ്സ് ഓർ ഇൻ മലയാളം എന്നാണ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ചാനലുണ്ട്. എൻ്റെ ഈ ഒരു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് എന്നുള്ള ഈ ഒരു ചാനലിൽ പോലും ഞാൻ പല തവണകളായിട്ട് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു വീക്ക് ഏരിയയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെ നെഗ്ലക്റ്റ് ചെയ്യരുത്. നമ്മൾ ആ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ ഒരു വീക്ക് ഏരിയയെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും, ആ ദുർബലമായ മേഖലകൾ കണ്ടുപിടിക്കുകയും അവ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ആത്മവിശ്വാസം നല്ല രീതിയിൽ വർദ്ധിക്കുക. അത് മൊത്തത്തിലുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പിനെ നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്യും. എക്സാമിന് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനും പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ മൂന്നാമത്തെ നമ്മുടെ പോയിന്റ് എന്താണ്? നിങ്ങളുടെ വീക്ക് ഏരിയാസ് കണ്ടുപിടിക്കുക, അത് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ 4ാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമാണെന്ന് ഉറപ്പാക്കുക എന്നതാണ്. ഓക്കെ, ക്ലിയർ. അതായത് നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമാണെന്ന് നിങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ 4ാമത്തെ ടിപ്പ്. അതായത് പരീക്ഷകളിൽ മികച്ച മാർക്ക് നേടാനുള്ള വഴികൾ അന്വേഷിക്കുമ്പോഴെല്ലാം ഇത് നമ്മൾ ഒരു മുമ്പിൽ ആദ്യം സെർച്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതെല്ലാം നിങ്ങൾ പഠിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയാണോ, അതോ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ സത്യമായവയാണോ? പല സോഴ്സുകളിൽ നിന്നാണല്ലോ നിങ്ങൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക പഠിക്കുമ്പോൾ. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നെ ഉണ്ടാവും, പല രീതികളിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആകെ ഡൗട്ടാവും, ഇതിലിപ്പോൾ ഞാൻ ഏതാ പഠിക്കുക, ഈ ഡെഫിനിഷൻ പഠിക്കണോ അതോ ഇതാണോ നല്ലത്, ഇത് എഴുതിയാലാണോ മാർക്ക് കിട്ടുക, അതോ ഈ ഗ്രാഫും കൂടി വരച്ചാലാണോ നമുക്ക് മാർക്ക് കിട്ടുക? അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്.
അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന കാര്യം കൃത്യമായി ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തുക. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് തേടാവുന്നതാണ്. അതുപോലെ ഗൂഗിളിൻ്റെ സഹായം തേടാവുന്നതാണ്. പല സോഴ്സുകളിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കത് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാലിഡിറ്റി ഉള്ളത് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുവഴി നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഡൗട്ട് ഉണ്ടാവുന്നത് അവസാനിപ്പിക്കാനും നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങൾ നമുക്ക് മൊത്തത്തിൽ തന്നെ ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ പഠിക്കുന്നത് എന്താണെന്നാൽ കൃത്യമായി മനസ്സിലാക്കി ശരിയാണെന്നുള്ള ബോധത്തോടു കൂടി തന്നെയായിരിക്കണം പഠിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ആ ഒരു കാര്യം മാത്രം നമ്മൾ എഴുതുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ടീച്ചേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആശയം നന്നായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളൊന്ന് മറന്നുപോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആ ആശയം അങ്ങോട്ടേക്ക് ഉൾക്കൊള്ളുക. ആശയം ഉൾക്കൊണ്ടിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഉദാഹരണങ്ങളൊക്കെ എഴുതി അധ്യാപകനെ ആകർഷിക്കുന്ന രീതിയിൽ, അതായത് എക്സാം എഴുതുന്ന രീതിയിൽ നമ്മുടെ ചോദ്യ പേപ്പർ അല്ലെങ്കിൽ ഉത്തരം എഴുതുന്ന ആ ഒരു പേപ്പർ നമ്മുടെ പരീക്ഷാ പേപ്പർ നോക്കുന്ന ആ ഒരു അധ്യാപകനെ നമുക്ക് ഇംപ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ യുക്തിസഹമായിട്ട് നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത് കൂടാതെ തന്നെ പുസ്തകത്തിൻ്റെ കുറിപ്പുകളോ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മനഃപ്പാഠമാക്കുന്നത് ഉത്തരങ്ങൾ എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മളെ സഹായിക്കില്ല എന്നുണ്ടാവും. അപ്പം എന്താ? നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. അതിന് പകരം ആ ആശയം അങ്ങോട്ട് ഉൾക്കൊള്ളുക, അതിനെ നമ്മുടേതായ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടി ഉദാഹരണ സഹിതം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഡിമാൻഡും സപ്ലൈയും തമ്മിലൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ്, ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യമുള്ളൂ. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. പൊതുവെ അങ്ങനെയല്ല, സാധനങ്ങളുടെ വില കൂടുമ്പോൾ നമുക്ക് അതിനോടുള്ള ഡിമാൻഡ് കുറയുക ചെയ്യുക. ആ സാധനങ്ങളുടെ വില കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അതിനോട് ഡിമാൻഡ് ഉണ്ടാവും, അപ്പോൾ നമ്മളത് വാങ്ങിക്കും. പൊതുവെ അങ്ങനെയാണ്. അത് നമ്മുടെ ജീവിതത്തിലെ കുറച്ച് സംഭവങ്ങളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ക്ലിയർ? ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന അടുത്ത 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പഠനക്കുറിപ്പുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടേതായിട്ടുള്ള നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറയുന്ന നോട്ട്സ് എഴുതിയെടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ അത് ടീച്ചർ തരുന്ന നോട്ടല്ലേ. അത് കൂടാതെ നമ്മളൊരു കാര്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടേതായ രീതിയിൽ നമ്മുടേതായിട്ടുള്ള ഓൺ ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഉദാഹരണങ്ങളൊക്കെ വെച്ച് നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. അപ്പം നല്ല മാർക്ക് നേടാൻ കുറിപ്പുകൾ പഠിക്കുക എന്നുള്ളത് ഒരു നല്ലൊരു ടിപ്പാണ്. പരീക്ഷകളിൽ എങ്ങനെ മികച്ച മാർക്ക് നേടാമെന്ന ചോദ്യമാണ് പല വിദ്യാർത്ഥികളും ചോദിക്കാറുള്ളത്. ഇതിനുള്ള ഒറ്റത്തവണ ഉത്തരം നിങ്ങളുടെ പഠനക്കുറിപ്പുകൾ സൃഷ്ടിക്കുക എന്നതാണ്. നിങ്ങളൊരാശയം നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കുറിപ്പുകൾ തയ്യാറാക്കാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലേ അത് പഠിച്ചു എന്നതിന് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. പിന്നീട് നിങ്ങൾ എക്സാമിന് വേണ്ടി ഒന്ന് മറിച്ച് നോക്കും, ഇതെനിക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ അന്ന് പഠിച്ച കാര്യമാണ്, ഞാൻ അന്ന് എഴുതിയ കാര്യമാണ്. ഡബിൾ എഫക്റ്റ് അവിടെ കിട്ടും. ഒന്ന് നിങ്ങൾ വായിച്ചതും കിട്ടും, പിന്നെ നിങ്ങൾ എഴുതിയതും കിട്ടും. അത് വളരെ നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാട്ടോ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒക്കെ നിങ്ങൾ പല വിദ്യാർത്ഥികളും ഏറ്റവും അധികം സ്വീകരിക്കേണ്ട ഒരു പഠനവിദ്യയാണ് ഈ പറഞ്ഞിട്ടുള്ള കുറിപ്പുകൾ തയ്യാറാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു ആശയം ഉൾക്കൊള്ളാൻ നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കും. അതിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾ പോയിന്റ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ബ്രീഫ് ചെയ്തിട്ടുള്ളൊരു നോട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പം നിങ്ങളൊരു വലിയൊരു നോട്ട് വായിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ കുറിപ്പുകൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് പുസ്തകങ്ങൾ, റെഫറൻസുകൾ, ക്ലാസ്സിലെ റണ്ണിങ് നോട്ട്സ്, ഗൂഗിള് തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ഈ പറഞ്ഞ റിസോഴ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 പോയിന്റുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മൊത്തം നമ്മൾ കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും വെച്ച് 5 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോസിൽ
നമ്മൾ ബാക്കിയുള്ള എല്ലാ പോയിന്റുകളും പറയുന്നതായിരിക്കും. അങ്ങനെ 20 ടിപ്പുകൾ നിങ്ങൾക്ക് ഞാനിതാ ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തരുന്നുണ്ട്. ഇത് നിങ്ങൾ പഠിച്ച് കഴിയും, അല്ലെങ്കിൽ ഈ ഒരു ട്രിക്സ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും മക്കളെ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ എക്സാം റിസൾട്ട് മിന്നിക്കൊടി പാറിക്കും. അത്രയും എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങൾക്ക് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. തുടർന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ സമയങ്ങളിൽ കിട്ടും. നിങ്ങളുടെ എക്സാം നോട്ടിഫിക്കേഷൻസും ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ആൻഡ് I wish you all the very success for your exam, and please don't forget to subscribe my channel. Thank you so much for watching the video.